ശ്രീ NV ബാലകൃഷ്ണൻ, എന്താണ് ഈ പയ്യന്നൂർ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്? ഈ രക്തസാക്ഷികൾക്ക് മറുപടി കൊടുക്കുക എന്ന് പറയുന്നത് പാർട്ടിയുടെ അണികളുടെയും പ്രാഥമികമായ ഉത്തരവാദിത്തമാണ്. അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ആ പരാതി മുന്നോട്ട് പറഞ്ഞ പൊതുമാധ്യമങ്ങളിൽ വന്നു പറഞ്ഞു. ഏതാണ്ട് 10 വർഷത്തിന് ശേഷം പാർട്ടിയിൽ പൊരുതി തോറ്റിട്ട് പൊതുമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞു എന്നൊരു കാര്യം കൊണ്ട് ഏറെക്കുറെ അദ്ദേഹം പാർട്ടിക്ക് പുറത്തേക്കാണ്. അതെ മാധു, ആദ്യമേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ജയചന്ദ്രൻ സഖാവ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ക്ലാരിറ്റി വരുത്തേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ആളുകളെ കുഴപ്പത്തിലാക്കാനുള്ള എന്തെങ്കിലും ന്യായങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുകയാണ് ജയചന്ദ്രൻ സഖാവ്. അദ്ദേഹം ഞാൻ മനസ്സിലാക്കിയത് ഒരു മാധ്യമപ്രവർത്തകനാണെന്നാണ്. പക്ഷേ അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി അദ്ദേഹത്തിന് ഒരു പാർട്ടി വക്കീലാവാനുള്ള യോഗ്യതയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൃത്യമായി പൊതുസമൂഹത്തിന് മുമ്പിലുള്ള വിവരങ്ങളെ അദ്ദേഹം പറഞ്ഞ് തപ്പിക്കുക എന്ന് പറയുന്ന ഒരു നാട്ടുമ്പുറത്തൊരു ശൈലിയുണ്ട്. ആ നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് അദ്ദേഹം നോക്കുന്നത്. സിദ്ദിഖിൻ്റെ കത്തിനൊക്കെ അദ്ദേഹം മറുപടി പറയട്ടെ, അത് വേറെ പ്രശ്നം. പക്ഷേ അങ്ങ് മറുപടി പറയേണ്ടത് കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉന്നയിക്കുന്ന പ്രശ്നത്തിനാണ്. അദ്ദേഹം വളരെ കൃത്യമായും പറയുന്നു, 70 ലക്ഷം ഉറുപ്പിക സഹകരണ ജീവനക്കാരോട് ഒരു മാസത്തെ ശമ്പളം വെച്ച് പിരിച്ചു. ആ പിരിച്ച പൈസയിൽ 64 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വന്നു. 6 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് പോലും വന്നില്ല. 64 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വന്നെങ്കിലും വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചപ്പോൾ ആ 64 ലക്ഷം രൂപയിൽ ഒരു നയ പൈസയും വരവ് ചെലവ് കണക്കിൽ വന്നിരുന്നില്ല. ആ പറഞ്ഞതിൻ്റെ മലയാളം, സഹകരണ ജീവനക്കാരിൽ നിന്ന് മൊത്തമായി പിരിച്ചെടുത്ത 70 ലക്ഷം രൂപ, 64 ലക്ഷം രൂപ അക്കൗണ്ടിൽ വന്നതും 6 ലക്ഷം രൂപ ഒരക്കൗണ്ടിലും വരാത്തതുമായ തുക, അതായത് ഈ 70 ലക്ഷം രൂപ, ആ 70 ലക്ഷം രൂപ ഒരു വരവ് ചെലവ് കണക്കിൽ വരവായി ഉൾപ്പെടുത്തിയിട്ടില്ല. കണക്കിൻ്റെ സാമാന്യ ശാസ്ത്രം അറിയുന്ന ഒരാൾക്കറിയാം, 70 ലക്ഷം രൂപ പിരിച്ചെടുത്തിട്ട് അത് വരവിൽ ഉൾപ്പെടുത്താതിരിക്കുമ്പോൾ അത് നേരെ ആരുടെയൊക്കെയോ വായിലായി പോവുമെന്നാണ് പറഞ്ഞതിൻ്റെ മലയാളം. അത് കണക്കിൽ വരുന്നില്ല. ആരുടെയൊക്കെയോ കീച്ചയിലോട്ട് ആ പണം പോയി. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം ജയചന്ദ്രൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഭാഗമായി ഉന്നയിക്കുന്ന ഒരു പ്രശ്നമല്ല. കഴിഞ്ഞ നിരവധി വർഷമായി 2021 മുതലുള്ള ചർച്ചയായി കേരള സമൂഹത്തിന് മുമ്പിലുണ്ട്. ജയചന്ദ്രൻ ഒരു പക്ഷേ അതൊന്നും കേൾക്കില്ല. അദ്ദേഹത്തിന് വൺ സൈഡ് ആയിട്ടുള്ള കേൾവിയാണുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റില്ല. പക്ഷേ പയ്യന്നൂരിൽ നിന്ന് ഈ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട്, ജനങ്ങൾക്കിടയിൽ ചർച്ചയുണ്ട്. കുഞ്ഞികൃഷ്ണൻ നേരത്തെ ഈ പ്രശ്നങ്ങൾ പാർട്ടി കമ്മിറ്റിയിൽ ഉന്നയിച്ചത് താങ്കളെ പോലുള്ള മാധ്യമപ്രവർത്തകന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പ്രശ്നങ്ങളുണ്ട്. ഇതുവരെ അത് സംബന്ധിച്ചൊരു വിവരവും വന്നിട്ടില്ല. അപ്പോൾ ഇത് വളരെ കൃത്യമായി നമ്മുടെ മുമ്പിലുള്ളപ്പോൾ ആളുകളെ പറഞ്ഞു പറ്റിക്കാൻ നോക്കുകയാണ്. അതുപോലെ തന്നെ രക്തസാക്ഷി ഫണ്ട് എന്തോ കുറഞ്ഞു എന്നൊക്കെ രക്തസാക്ഷി ഫണ്ടൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു. രക്തസാക്ഷിയായിട്ടുള്ള ഒരു ധനരാജിൻ്റെ വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി കൊടുത്ത അതിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് ചെലവായി പറഞ്ഞിരിക്കുന്നത് 34.5 ലക്ഷം രൂപയാണ്. ആ 34.5 ലക്ഷം രൂപ ധനരാജിന് വീടുണ്ടാക്കി കൊടുക്കുന്നതിന് ചെലവായതായി കണക്ക് വരുമ്പോൾ കോൺട്രാക്ടർക്ക് ലഭിക്കുന്നത് 29.5 ലക്ഷം രൂപയാണ്. ആ പറഞ്ഞതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ 5 ലക്ഷം ഉറുപ്പിക വന്നില്ല. അതെങ്ങോട്ട് പോയി എന്ന് പരിശോധിച്ചപ്പോൾ അത് സെക്രട്ടറി തന്നെ, പാർട്ടി സെക്രട്ടറി തന്നെ അത് ആ ചെക്ക് മാറി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയതാണ്. ഇത് കുഞ്ഞികൃഷ്ണൻ വളരെ കൃത്യമായി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വേറൊരു 2 ലക്ഷം രൂപ ആഫീസ് സെക്രട്ടറി കണക്കും ഒരു ചെലവും എഴുതാതെ മാറ്റിയിട്ടുണ്ട്. ആ കാശും ഇതുപോലെ തന്നെ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് പോയതായി കണ്ടെത്തി. ഇതാണ് പ്രശ്നം. അതായത് 7 ലക്ഷം രൂപ രക്തസാക്ഷിക്ക് വീടുണ്ടാക്കുന്നതിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രശ്നം. പാർട്ടി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ടിന്റെ കണക്ക് ഈ നിമിഷം വരെ കൊടുത്തിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ പോവാണ്. CPM പോലെ ഒരു പാർട്ടിയിലാണ് സംഭവിക്കുന്നത്. ഇത്രയും കൃത്യമായും വ്യക്തമായും കണക്ക് മുമ്പിൽ വെച്ചിട്ട് അതിനെ കോടതിയിലെ തർക്കം ഉന്നയിച്ചിട്ട് തപ്പിച്ചു കളഞ്ഞിട്ട് പാർട്ടിയെ രക്ഷിക്കാൻ ജയചന്ദ്രനല്ല, അങ്ങനത്തെ ആരൊക്കെ വിചാരിച്ചാലും നടക്കില്ല എന്നുള്ള വസ്തുത ഈ പൊതുസമൂഹത്തിന് മുമ്പിലുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ അഭ്യാസത്തിന് നിൽക്കുന്നത്? ഇനി ഞാൻ വേറൊരു കാര്യം ജയചന്ദ്ര സഖാവിനോട് ചോദിക്കട്ടെ. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടിയാണല്ലോ, CPM വേണ്ടിയാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് പറയുകയാണ്, ഇത് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചതിൻ്റെ പ്രശ്നമാണ്. ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു, ജനങ്ങളുടെ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ചു. അങ്ങനെയാണല്ലോ നമ്മൾ കണക്കാക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സുതാര്യമായി വെക്കുന്നതിന് CPM-ന് എന്താണ് തടസ്സം? ഞാൻ പറയുന്നു, മൂന്നാമതൊരു മീഡിയേറ്ററെ വിളിക്കുക. മീഡിയേറ്ററെ വിളിച്ചിട്ട് ഈ കണക്ക് മുഴുവൻ അവർക്ക് കൊടുക്കുക. ഇത് പാർട്ടിയുടെ രഹസ്യമായ മറ്റെന്തെങ്കിലും വിവരങ്ങളോ നയനിലപാടുകളോ മറ്റെന്തെങ്കിലും തീരുമാനം എടുത്തോ ഒന്നുമല്ല. ഇത് വെറും കണക്കാണ്, അരിത്തമാറ്റിക്സ് ആണ്.
ഒരു ഓഡിറ്റർക്ക് കൃത്യമായി പരിശോധിച്ചാൽ പറയാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ അതാണല്ലോ ശ്രീ എൻ വി ബാലകൃഷ്ണൻ, പാർട്ടിയുടെ ഫണ്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ആധികാരികമായി പറയേണ്ടത് പാർട്ടി സെക്രട്ടറി ആണല്ലോ. പാർട്ടി സെക്രട്ടറി അത് പറഞ്ഞിരിക്കുന്നു. ഇതിപ്പോ ഒറ്റുകാരൻ എന്ന് വിളിക്കുന്ന ഒരാളും പാർട്ടിയുടെ പുറത്തുപോയ ആളുകളും കോടാലി കൈകളായ മാധ്യമങ്ങളും കൊണ്ട് മാത്രം പറയുന്നത് ചർച്ചകൾക്കുമില്ലല്ലോ CPM. ഓക്കെ, മാധു ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ പാർട്ടി സെക്രട്ടറിയെ ഒരു വെല്ലുവിളി പോലെ വെക്കുന്നു. അദ്ദേഹം ഈ കണക്കുകൾ മുഴുവൻ പൊതുജന സമക്ഷം സമർപ്പിക്കട്ടെ. കൃത്യമായി കണക്ക് പരിശോധിക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റർ ഈ കണക്ക് മുഴുവൻ പരിശോധിക്കട്ടെ. എന്നിട്ട് ഓഡിറ്റർ പറയട്ടെ ഇതിനകത്ത് ഒരു പൈസയും നഷ്ടപ്പെട്ടിട്ടില്ല. കുഞ്ഞികൃഷ്ണൻ പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയുന്നതിന് CPM ഒരു തടസ്സമില്ലല്ലോ. CPM ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? എന്തെങ്കിലും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്തിനാണ് ഈ ഉരുണ്ടുകളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്? അതുമാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ 3 കണക്കുകളെ സംബന്ധിച്ച് കുഞ്ഞികൃഷ്ണൻ പ്രശ്നം ഉന്നയിച്ചപ്പോൾ മറ്റു പ്രശ്നം EP ജയരാജനുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതുപോലെ തന്നെ പയ്യന്നൂരിൽ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം, ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ പാർട്ടി തെളിവ് ചോദിക്കുകയാണ്. തെളിവ് നൽകാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇന്ന് ആർക്കും അറിയാം. അതപ്പോൾ തെളിവ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണനെ താക്കി ചെയ്തിട്ട് അദ്ദേഹം തെറ്റ് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചു എന്തെല്ലാം അസംബന്ധങ്ങളാണ്. ഒരു തങ്ങൾ ചെയ്തിട്ടുള്ള വലിയൊരു അപരാധം അത് മറച്ചു വെക്കുന്നതിന് വേണ്ടി, ഒരു സമൂഹത്തിന് മുമ്പിൽ മറച്ചു വെക്കുന്നതിന് വേണ്ടി എന്തൊക്കെ അസംബന്ധങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെയൊക്കെ വക്കാലത്തെടുത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വന്ന് വാദിക്കാൻ തികഞ്ഞ തൊലിക്കട്ടി വേണ്ടേ ജയേന്ദ്രനെ പോലുള്ള ആളുകൾക്ക്? എന്തൊരു അസംബന്ധമാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പൊതുസമൂഹത്തെ ആകെ വെല്ലുവിളിക്കുന്നതിനും അപമാനിക്കുന്നതിനും ഭാഗമല്ലേ? അല്ലാതെ ഇങ്ങനെ നമ്മൾ സംസാരിക്കാൻ പാടുണ്ടോ? ഒരു സാമാന്യമായ ഒരു സത്യസന്ധത നമ്മൾ പുലർത്തണ്ടേ? ഈ കാര്യം ചെയ്യുന്നതിന് ജയേന്ദ്രന് ഈ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ശരി, ആ വിമർശനത്തിന് അദ്ദേഹം മറുപടി പറയും.